വേറെ കൂടുതൽ സമയം നൽകാമെന്ന് അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല അത് പോട്ടെ, അത് പോട്ടെ. എന്താണ് കൂടുതൽ അല്ല, ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള സമയം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും തരാമെന്ന് അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രവർത്തനം അത് ഏകോപിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറയണോ? ഇന്നലെ സമയം കിട്ടിയത്, നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നോക്കാം. എന്തോ മറ്റൊരു കാര്യം, ഓ സുമതിയോടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു സിനിമയുടെ റിലീസിന് മുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംഘടന ചർച്ച ചെയ്യുന്നത്. റിലീസിന് ശേഷമുള്ള ചർച്ചയാണ്, നിർഭാഗ്യകരമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് നമ്മൾ സംസാരിച്ചു അതിനകത്ത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അങ്ങനെ ഒരു ഗ്രീവൻസ് ആ പ്രൊഡ്യൂസറിനുണ്ടെങ്കിൽ അവരത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തൊന്നും കൂടി. അപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ അതിൻ്റെ ചിലവും കണക്കുമൊക്കെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങനെയൊരു വളരെ വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നമ്മളായിട്ട് പോയിട്ട് അതിനകത്തൊരു അഭിപ്രായം പറയുന്നത് ഇപ്പോൾ അതിനുള്ളൊരു സാങ്കത്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ ഇതിനകത്ത് പൊതുവേ പറയാനുള്ളൊരു കാര്യം, ഒരു സിനിമ ഓടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംവിധാനം ചെയ്ത ഒരു നടനാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യം. മനസ്സിലായോ? ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, കേൾക്കണേ നിങ്ങൾ, ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത്, ഈ നടന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് എഡിറ്റ് ചെയ്ത് അവരൊരു വഴിയാവുന്നു എന്നാണ് പറയുന്നത്. സിനിമ അത് പരാതിയായിട്ട് വന്നിട്ടുണ്ട്, ഇല്ലേ വിപിൻ? പരാതിയായിട്ട് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആരോടും എന്താ പറയണ്ട, ഒരു കലഹത്തിന് പോകാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നടനും മലയാളത്തിൽ കോസ്റ്റ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പറയാൻ ആഗ്രഹിക്കുന്നു, വേറൊന്നും പറയാനില്ല. അതാ കാണിച്ചോട്ടെ, അത് കുഴപ്പമില്ല. രാജിവെച്ചില്ലല്ലോ, പോട്ടെ. അല്ല, അത് വിട്ടേക്ക്. നിങ്ങളെന്തിനാ അതിന് ബോധർ ചെയ്യുന്നത്? ഞാൻ ഒരു തീരുമാനം പറഞ്ഞല്ലോ, ശരി, വേറെ ഒന്നുമില്ലല്ലോ. സിനിമയുടെ സംവിധായകനാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഇത്തരം വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ അങ്ങനെയും അതിനൊന്നും ഞങ്ങൾ ഭാഗമാക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായി തുടരാൻ ബി ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചിട്ടുണ്ട്. അംഗങ്ങളൊക്കെയും ഐക്യകണ്ഠേന മാറ്റം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കടക്കം സമയം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സെക്രട്ടറിയായി തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ സുമതി വളവ് വിവാദം, അത് വളരെ ദൗർഭാഗ്യകരമായ ചർച്ചയാണ്. സംവിധാനം ചെയ്തത് നടൻ എന്ന രീതിയിൽ എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന കാര്യം കൂടി പറയുന്നു ബി ഉണ്ണികൃഷ്ണൻ. നമുക്ക്